ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഉഹുദ് മലയും അതുപോലെ ഉഹുദ് അവിടെ ഒരു പള്ളിയുണ്ട്, അതേമാതിരി ഉഹുദിൽ ഷഹീദായ സഹാബാക്കൾ കിടക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മദീനത്താണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും അറിയാം, മദീനത്ത് ഉഹദ് യുദ്ധം പ്രധാനപ്പെട്ട ഒരു യുദ്ധങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധം, റസൂലിന് പരിക്ക് പറ്റിയിരുന്ന ഒരു യുദ്ധമൊക്കെ തന്നെയായിരുന്നു. റസൂല് വഫാത്തായത് വരെ ആ യുദ്ധത്തിൽ പറയപ്പെട്ടിരുന്നു. അങ്ങനത്തെ ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് രണ്ട് സൈഡ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാക്കല്ലേ ഇത് ബസ്സുകൾക്ക്? ഇങ്ങനെ തിരിച്ചിങ്ങനെ പോരൂലേ ബസ്സുകൾ? ഇങ്ങനെ കയറിയാണ്ട് അപ്പുറത്തുണ്ട്, ഇവിടുന്ന് നേരെ പോകും. അപ്പുറത്ത് പിന്നെ ഇതേമാതിരി വഴി. മല അതാണ് സ്വർഗത്തിലെ മല അതേമാതിരി ഉണ്ടാവുന്നതാണ്. യുദ്ധം നടന്നത് ഇപ്പോൾ ആൾക്കാരൊക്കെ ആയിരിക്കണം. പോണേ ഇവിടെ പിന്നെ ഇവിടെ എന്താണ് മറ്റേ ഇത് കിട്ടിയിട്ട് ഇറങ്ങിയാൽ മതി എന്നല്ലോ. അതിനിവിടെ നിർത്തിയത്, ഇതിന്റെ മുകളിലാണ് നിർത്തിയത് അല്ലേ? യുദ്ധം ഫസ്റ്റ് വിജയിച്ചിട്ടാണല്ലോ. വിജയിച്ചപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങി പോകുന്നു. അത് കുറച്ച് ആളുകൾക്കാരെ നിന്നിട്ടുള്ളൂ, ഇങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവര് കണ്ട് ഇറങ്ങിയവർ തിരിച്ച് പോവുകയാണ്. പോണ ആളുകൾ തിരിച്ച് തിരിച്ചു വന്നു. ഇവരൊക്കെ ഇവിടുന്ന് പോയിന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ കിടക്കുന്നത് ശോതാക്കളല്ലേ? ഇവിടെ കിടക്കുന്നത് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ് ആ കാണുന്ന ആ പള്ളിയിൽ ഉള്ളിൽ ആ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്.
അതുപോലെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ 70ഓളം സഹാബത്തും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ തന്നെയാണ്. ശരിക്കും ഇതുപോലുള്ള നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നമ്മളവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ച് സഞ്ചരിക്കും. അന്ന് അവരെങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ എങ്ങനെ ആയിരിക്കും. നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ഈ ഒരു സഹാബാക്കളൊക്കെ നടന്ന വഴി ഇതാണല്ലോ, റസൂല് പോയ സ്ഥലം ഇതാണല്ലോ, അല്ലെങ്കിൽ അവരൊക്കെ ഇതിൽ കൂടി ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ജീവിതം, അവരുടെ ഒരു കാലഘട്ടങ്ങളൊക്കെ ഇതിൽ ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ വന്നു വരും. പള്ളിയുടെ മുമ്പിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കടകളുണ്ട് അവിടെ. നമുക്ക് ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കിട്ടും. അങ്കിളാണ് നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ചുറ്റി കാണിക്കാൻ കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും മറ്റൊരു അടിപൊളി സംഭവമാണ് സൈക്കിളുകൾ. ഈ സൈക്കിളുകൾ ഇലക്ട്രിക് സൈക്കിളുകളാണ്. ഇത് നമുക്ക് റെൻറ്റിനെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അവിടെ ഇതേപോലെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് ഈ സൈക്കിൾ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ വാറവാടിയിലൊക്കെ പോയതിന് ശേഷം തിരിച്ച് വീണ്ടും വന്ന് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വേറെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർവീസ് അവിടെ ഉണ്ട്, ഇലക്ട്രോണിക്കാണ്. അതിപ്പോൾ വളരെ എന്താ പറയുക സൗകര്യപ്രദമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിനി സന്ദർശിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഋഷു ഏപ്പിക്കാട്.